ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ മാൾഡേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാൾഡേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നലെ നമുക്ക് ഇവിടെ കിട്ടിയ കോണ്ടാക്റ്റിലെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, സിലിഗുരിയിലാണ്. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് ഇവിടുത്തെ ഒരു കമ്പനിയിലെ അഡ്രസ്സാണ് തന്നത്. ആ ചേട്ടൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ കമ്പനിയിലെ ലേബേഴ്സിൻ്റെ ഒക്കെ ഒപ്പം ഇരുന്ന് താമസിച്ചത്. നമ്മൾ ഇന്നും ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഓരോ ഭായിമാരിപ്പോൾ നേരെ വർക്കിന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വർക്കിന് പോകാനായിട്ട് ഇറങ്ങണേ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈവനിങ് അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഇവിടെ തന്നെ റെസ്റ്റ് എടുത്തിട്ട് നാളെ ആയിരിക്കുള്ളൂ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് നേരെ സിലിഗുരിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഇവിടുന്ന് ഏകദേശം സിലിഗുരിയിലേക്ക് 250 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ദിവസം 3 ദിവസം പിടിക്കും സിലിഗുരി എത്താനായിട്ട്. അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ ഒരു ലൊക്കേഷൻ കിട്ടിയോണ്ടിട്ട് പിന്നെ നമ്മൾ വന്ന റോഡെന്ന് പറഞ്ഞാൽ നേരെ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ അധികം സ്റ്റേ അടിക്കാനും പറ്റാത്തത് കൊണ്ടിട്ട് നമ്മൾ നേരെ ഇവിടെ എത്തിപ്പെട്ടാണ്. 140 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇന്നലെ അവിടെ നിന്ന് സൈക്കിൾ ഔട്ട് വന്നപ്പോഴേക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പയ്യെ ഫുഡൊക്കെ എന്താ നോക്കിയിട്ട് ഫുഡ് കഴിക്കാം. അവരെല്ലാം കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പയ്യെ കഴിച്ചിട്ടാന്ന് പറഞ്ഞ് അവരിപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കിച്ചണിൽ പ്ലേറ്റൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് രാവിലെ ചോറുണ്ട്, അതുപോലെ തന്നെ ദാല്, പിന്നെന്തോ ഫ്രൈയും കൂടി കണ്ട്, ഒരു ഫ്രൈയും കൂടി ഉണ്ട്. അപ്പോൾ ഇതും കൂടി എടുത്ത് കഴിച്ചിട്ട് വേണം ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കണം. അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ ഭക്ഷണമൊക്കെ എടുത്തിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം വൈകുന്നേരം ഇവിടെ ഒന്ന് മാൾഡ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങണം. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട്, ഭക്ഷണം എന്ന് പറഞ്ഞാൽ പരിപ്പും ചോറും കിഴങ്ങും ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് 1:30 ആയിട്ടുണ്ട്. 1:30 ആയപ്പോഴേക്കും ഇവിടുത്തെ ഭായിമാരെല്ലാം വർക്കിന് പോയിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ സാറായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളോട് ഇവിടെ ഒരാഴ്ച വർക്കിന് നിൽക്കണ്ടെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വൈകിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്തായാലും ഒരാഴ്ച നമുക്കിവിടെ ഈ വർക്കിന് നിന്നിട്ട്, എന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് അവിടെ കൂടി ഒരു റെഡ് പൈപ്പ് പോകണുണ്ടോ, ഫയറിൻ്റെ ഓരോ കമ്പനികളിൽ സെറ്റ് ചെയ്യണ പൈപ്പാണ്. അപ്പോൾ അതിൻ്റെ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗോഡൗണിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണതാണ്. 1 മാസത്തെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരാഴ്ച നിൽക്കണമെങ്കിൽ ഒരാഴ്ച നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കും യാത്രയിൽ നല്ലതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും. അപ്പോൾ എന്തായാലും നമ്മളിനിയിപ്പോൾ ഒരാഴ്ച മാൾഡയിൽ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ ജോലിയൊക്കെ എടുത്ത് കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചിട്ട് വേണം ഇനി ഇവിടെ നിന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട്. നമ്മളിനി ഇവിടെ നിന്ന് നേരെ സിലിഗുരിയിലേക്കും, സിലിഗുരിയിൽ നിന്ന് പിന്നെ നേരെ ദാർജിലിങ്ങിലേക്കായിരിക്കും. ദാർജിലിങ്ങിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ നേപ്പാളിലേക്ക് കയറണം. അപ്പോൾ നേപ്പാളിലേക്ക് പോകാനായിട്ട് കുറച്ച് പൈസേൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും. അപ്പോൾ ബാക്കി പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്ത് തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള ഇതിനും നല്ല കുറേ യാത്രകൾ, അറിവുകൾ വരുന്നുണ്ടുള്ളതും കാഴ്ചകൾ വരുന്നുണ്ടുള്ളതും വീഡിയോകൾ തന്നെ ആയിരിക്കും വരുന്നത്. ഹലോ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ മാൾഡയിൽ എത്തിയിട്ട് വർക്കിന് കയറി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യണതാണ്. നമ്മൾ ഏകദേശം ഒരു 7 ദിവസം 8 ദിവസം ഇവിടെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 6:30 ഇട്ടുണ്ട്. 6:30 കഴിയുമ്പോൾ എഴുന്നേറ്റ് നമ്മളിനിപ്പോൾ പയ്യെ കുളിച്ച് ഇവിടെ കുക്ക് ചെയ്യണുണ്ട് കിച്ചണിൽ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 8 മണിയാകുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പുറത്ത് കാണുന്ന കമ്പനീൻ്റെ അവിടെയാണ് സൈറ്റ്. അപ്പോൾ ആ കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് കിച്ചണിൽ രാവിലെ തന്നെ പുള്ളിക്കാരൻ കുക്ക് ചെയ്യണുണ്ട്. മെയിനായിട്ടുള്ള ഷെഫ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരനാണ് മെയിനായിട്ട് എപ്പോഴും കുക്ക് ചെയ്യണം കേട്ടോ. പുള്ളിക്കാരൻ അപ്പോൾ ഞാൻ ഈ സമയത്ത് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് ജസ്റ്റ് പുറത്തൊരു ചായക്കട ഉണ്ട്, ചായക്കടയിൽ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഫുഡൊക്കെ ഇട്ടുണ്ടാവും. അപ്പോഴേക്കും കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് 8 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങി വർക്കിന് പോവും. പിന്നെ വൈകുന്നേരം 6 മണി 5:30 ആകുമ്പോഴേക്കും എത്തും. അതിനിടയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ തന്നെയാണ് വന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ താഴെ ഇരിക്കണ
ആ വണ്ടിയിലാണ് നമ്മൾ ഓരോ പൈപ്പൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകുന്നത്. പൈപ്പ് അതുപോലെ തന്നെ ടൂൾസ് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വർക്കിന് പോകണേന് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എല്ലാവരും ഇപ്പോൾ ഇറങ്ങി ഡ്രസ്സൊക്കെ വരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ആ വണ്ടിക്കകത്താണ് ആ വണ്ടിക്കകത്ത് നമ്മൾ സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് ഓരോ സൈറ്റിൽ പോയിട്ട് അവിടെ വെൽഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ ഇറക്കി വർക്ക് തുടങ്ങും. അപ്പോൾ നമ്മൾ പോകണേണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടൂസനെ ഇവിടെയാണ് വെച്ചേക്കുന്നത്. കുട്ടൂസനെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് മേസ്തിരി. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യണ വേറൊരു പുള്ളിക്കാരനാണ് ബായ് പറയണത്. അപ്പോൾ ഇവിടുന്ന് ഓരോ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടാണ് പോണത്. അപ്പോൾ ഈ കാണുന്ന പൈപ്പാണ് നമ്മൾ മെയിനായിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വെൽഡൊക്കെ ചെയ്ത് പിടിപ്പിക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന വണ്ടിയിൽ ആദ്യം നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ട് വെൽഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള പൈപ്പുകളൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് നമ്മളവിടെ കൊണ്ടുപോയി പിടിപ്പിക്കലാണ് വർക്ക്. ഇതുകൊണ്ട് പിടിപ്പിച്ച് വെൽഡെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് പോയിട്ട് നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കും. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ആദ്യം കൊണ്ട് വെൽഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആവശ്യത്തിനുള്ള പൈപ്പുകളൊക്കെ എടുത്ത് വീണ്ടും ഇതുപോലെ തന്നെ ഒരു 3-4 റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്കും കുറച്ച് പേര് അവിടെ പണിയും തുടങ്ങും. അപ്പോൾ ഈ കാണുന്ന പൈപ്പുകളൊക്കെ ഇപ്പോൾ പിടിപ്പിച്ചിട്ട് അവിടത്തോളം എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി പിടിപ്പിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കാണുന്ന പൈപ്പുകൾ പിടിപ്പിച്ച് വന്നേക്കണം. അപ്പോൾ ഇവിടെ കാണുന്ന കമ്പനികളിലെ മൊത്തം പുറത്തുകൂടി ഈ പൈപ്പ് പോകുന്നുണ്ട്. പൈപ്പ് പോയിട്ട് എല്ലാ കമ്പനിയുടെ ഫ്രണ്ടിൽ ചേംബർ വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണിത്. അപ്പോൾ എല്ലാ കാണുന്ന കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളുടെ പുറത്തുകൂടി എല്ലാം ഈ പൈപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പൈപ്പാണ് എല്ലാ കമ്പനിയുടെ പുറത്തുകൂടി പോകുന്നത്. ഇവിടെയൊക്കെ ഇന്നലെ നമ്മൾ 4 പേര് നിന്നിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ കാണുന്ന മേസ്തിരി വെൽഡിങ്ങിൻ്റെ ഇവിടെ നമ്മൾ അടിയിൽ കൂടി പൈപ്പ് ഓടിച്ചിട്ടുണ്ട്. അത് ഇവിടെ കുറേ കമ്പനികളുള്ളതുകൊണ്ടിട്ട് എല്ലാത്തിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഇതുപോലെ താഴ്ത്തൂടിയാണ് പൈപ്പ് പോകുന്നത്. അപ്പോൾ വേറെ ആൾക്കാരുണ്ട് കുഴിക്കാനൊക്കെ, വേറെ ആൾക്കാരാണ്. അപ്പോൾ അവർ കുഴിച്ചിട്ടിട്ട് പോകും. നമ്മൾ നേരെ പൈപ്പ് കൊണ്ടുവന്നിട്ട് വെൽഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഇറക്കി വെച്ച് പിന്നെ ഇവിടെ ജോയിൻ ചെയ്ത് പിടിപ്പിക്കലായിരുന്നു ഇപ്പോൾ 2-3 ദിവസത്തെ പണി. അപ്പോൾ വന്നവർക്ക് ഇവിടെ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പെല്ലാം കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് ജോയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നിന്ന് നേരെ ഈ കുഴിയെടുക്കണം എന്ന് പറഞ്ഞാൽ ആ പൈപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുഴിയെടുത്ത് പൈപ്പ് നേരെ പോയിട്ട് അങ്ങോട്ടേക്കാണ്. അപ്പോൾ ബാക്കി ആൾക്കാർ പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ട് പെയിൻ്റൊക്കെ എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണതാണ്. ഹായ് ഇവിടത്തേക്ക് ഏകദേശം ഒരു 10 വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊത്തം ഈ പൈപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കും മോട്ടറൊക്കെ പിടിപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കണ അവിടെ ഫുള്ള് കുരങ്ങന്മാരുണ്ട്. ഇവിടുത്തെ കുരങ്ങന്മാരെന്ന് പറഞ്ഞാൽ നല്ല തടിയുള്ളവന്മാരാണ്ടാ, തടിച്ചുരുണ്ട കുരങ്ങന്മാരാണ്. അപ്പോൾ നമുക്ക് പോകാനൊക്കെ സുഖമാണ്. ഇതുപോലെ വണ്ടിയിൽ ഇരുന്നാൽ മതി. പുള്ളിക്കാരൻ ഇതുപോലെ 2-3 പേരുണ്ട് ഇതിൻ്റെ ഡ്രൈവർമാർ. നമ്മൾ അടുത്ത കമ്പനീൻ്റെയൊക്കെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് പൈപ്പ് പിടിപ്പിച്ചേക്കണത്. പൈപ്പ് അപ്പോൾ വെച്ചെല്ലാം പോയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഫുള്ള് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ പെയിൻ്റ് അടിച്ച പൈപ്പുകളാണ് ഇപ്പോൾ ഇപ്പുറത്ത് കാണുന്നത്. ഈ വഴി ഫുള്ള് ഇങ്ങനെ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ സർക്കിളിൽ മൊത്തം കമ്പനിയാണ്. അപ്പോൾ എല്ലാ കമ്പനിയുടെ പുറത്തുകൂടി ഇതേപോലെ പൈപ്പുകൾ പിടിപ്പിക്കലാണ് കോൺട്രാക്റ്റ്. അത് അങ്ങനെ എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ ഉച്ചക്ക് പോകാൻ നേരത്തും വെൽഡിങ് മെഷീനൊക്കെ എടുത്ത് ഈ വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ
പൈപ്പുകളാണെങ്കിൽ ഈ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ വെച്ചിട്ട് അടുത്ത പൈപ്പ് എടുക്കാൻ വേണ്ടി വന്നേക്കണേണ്. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെയാണ് പൈപ്പ് നമ്മൾ കൊണ്ടുപോകണത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പൈപ്പിന്. ഈ പൈപ്പെല്ലാം ഒരു വണ്ടിയിൽ 3 4 ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ വലിയ പൈപ്പാണെങ്കിൽ ചില സമയത്ത് 2 എണ്ണമാണ് ഇപ്പോൾ വെക്കണത്. എന്നിട്ട് 2 പൈപ്പ് വെച്ചിട്ട് കൊണ്ടുപോയി ഇത് അവിടെ ഇറക്കിയിട്ട് അടുത്ത വന്നിട്ട് അടുത്ത 2 പൈപ്പ് 3 പൈപ്പ് എടുത്തിട്ട് പോവും. എന്നിട്ട് ഇതെല്ലാം വെൽഡ് ചെയ്യണ സമയത്ത് തന്നെ പെയിൻറ്റിങ്ങും നടക്കും. കുറച്ച് പേര് അങ്ങനെ നമ്മൾ ഉച്ചവരെയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം 2 മണിയൊക്കെ ആകുമ്പോഴേക്കും. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മണിയായിട്ടുണ്ട്. കറക്റ്റ് 1 മണിയായപ്പോഴേക്കും നമ്മൾ വർക്കൊക്കെ നിർത്തി നേരെ തിരിച്ച് റൂമിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്ത് 2 മണിയാകുമ്പോഴേക്കും തിരിച്ച് വീണ്ടും വർക്കിന് സാധനങ്ങളൊക്കെ ആയിട്ട് പോകണമായിരിക്കുള്ളൂ. അങ്ങനെ മേളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ചോറെല്ലാം രാവിലെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറുണ്ട്, അതുപോലെ തന്നെ ഇത് പരിപ്പ് കറിയാണ്, പരിപ്പ് കറി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ കിഴങ്ങാണ്. അപ്പോൾ കിഴങ്ങിൻ്റെ ഒരു റോസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ ഇപ്പോൾ വർക്കാണ് ചേട്ടനാണ്. ചേട്ടൻ ഭയങ്കര അടിപൊളിയാണ്. കേരളത്തിൽ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് മലയാളമൊക്കെ സംസാരിച്ചിട്ടാണ്. നല്ല കമ്പനിയാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മിഷനൊക്കെ എടുത്ത് വണ്ടി കയറ്റിയിട്ട് പോയിക്കൊണ്ടിരിക്കണേ ഓരോ സൈറ്റിലേക്ക്. അപ്പോൾ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഇരുന്നിട്ടാണ്ടോ ഇതിനകത്ത് ചാടി കയറിയിട്ട്. അപ്പോൾ ഇതാണ് സൂപ്പർവൈസർ. അതുപോലെ തന്നെ ഇവിടെ വർക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടനൊക്കെ ഇവിടെ ഓരോ വർക്കിൻ്റെ ആണ്. അപ്പോൾ ഈ പില്ലറൊക്കെ അടിക്കണ ആ ചേട്ടന്മാരാണ്. ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ നിൽക്കണ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മളൊരു 6 ദിവസം 7 ദിവസവും കൂടി ഇവിടെ വർക്ക് ചെയ്തിട്ടായിരിക്കുള്ളൂ നമ്മളിവിടുന്ന് മാൾഡ വിടുന്നത്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യണ മാൾഡയിലെ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നതിൻ്റെ ആ കോലം കണ്ട മൊത്തം ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ പണിക്ക് കയറിയപ്പോൾ തന്നെ ഫുള്ള് കരിയും. അതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ പൈപ്പിൻ്റെ തന്നെയാണ്. ഇവിടെ കാണുന്ന പൈപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൈപ്പുകൾ മൊത്തം ഇനി പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ കോണ്ടാക്റ്റിലെ ഗൗരവ് സിംഗ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഇതിൻ്റെ പ്രൊജക്റ്റൊക്കെ എടുത്ത് ചെയ്യണത്. അപ്പോൾ പുള്ളിക്കാരനോട് സംസാരിച്ചിട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞായിരുന്നു, നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്താൽ മതി, നോക്കിയിട്ട് വർക്ക് ആദ്യം 1 ദിവസം വന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നീ നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്തോ, എത്ര ദിവസം വേണമെങ്കിലും വർക്ക് ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം വർക്ക് ചെയ്യുക എന്നിട്ട് പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. കാരണം കുറച്ച് പൈസേൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേപ്പാളിലേക്കൊക്കെ കയറി ഇറങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത വർക്കുകളൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ കുറേ ദിവസം നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് യാത്ര തുടരുമ്പോഴേക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ് നമ്മൾ പരമാവധി ഒരു 8 ദിവസം 10 ദിവസം മാത്രം ഇവിടെ നിന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പൈസ കിട്ടണം കൊണ്ടിട്ട് നേപ്പാളിലേക്ക് കയറാം. പിന്നെ നമ്മുടെ കുട്ടൂസിൻ്റെ ടയറൊക്കെ മാറ്റാനുണ്ട്. കുട്ടൂസിൻ്റെ ടയർ 2ഉം ഇനി പുതിയത് ഇട്ടിട്ട് വേണം. കാരണം നമ്മൾ ഹിൽ സ്റ്റേഷനിലോട്ടാണല്ലോ കയറണം. അപ്പോൾ കുട്ടൂസിൻ്റെ ടയർ മാറ്റണം. പിന്നെ ഒരു പവർ ബാങ്ക് മേടിക്കണം. നമ്മൾ തണുപ്പത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകെ ഒരു പവർ ബാങ്കിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ തണുപ്പത്തോട്ട് പോയിട്ട് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ നേരത്ത് എന്തായാലും ചാർജ് പ്രശ്നമായിരിക്കുള്ളൂ. അപ്പോൾ ഒരു പവർ ബാങ്കും കൂടി മേടിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേപ്പാളിൽ കയറി നേരത്ത് നമ്മൾ കുറച്ച് പൈസ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് നേപ്പാളിലേക്ക് കടക്കാനായിട്ട്. നമ്മുടെ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നേപ്പാളിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ SBIയുടെ കാർഡ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി അവിടെ കടകളിലും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ മേടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ATM വർക്ക് ചെയ്യണമെന്നാണ് SBIയുടെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അറിയാൻ പാടില്ല.
അപ്പോൾ എന്തായാലും നമുക്ക് നേരത്തെ തന്നെ കുറച്ച് പൈസയൊക്കെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല ഉപകാരം തന്നെ ആയിരിക്കും. അതുകൊണ്ടിട്ടാണ് നമ്മളിവിടെ വർക്കിന് കയറിയതും. അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കണ റൂമിൻ്റെ ആ ഒരു ആംബിയൻസ്. അപ്പോൾ ഇനിയിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നോളൂ. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് പുറത്തോട്ടൊക്കെ പോയി കറങ്ങിയിട്ട് ചായയൊക്കെ കുടിച്ച് വന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം. രാവിലെ വീണ്ടും 8 മണിക്ക് നമ്മൾ വർക്ക് തുടങ്ങും.